പ്രിയപ്പെട്ട കുട്ടികളെ, സബ്കോ ആദാബ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. പക്ഷേ മുൻ വർഷങ്ങളിലെ പോലെ ആഘോഷങ്ങളില്ല, ആരവങ്ങളില്ല. കോവിഡ്-19 എന്ന പുതിയ തരം വൈറസ് നമ്മളെയൊക്കെ നമ്മുടെ വീടുകളിൽ തളച്ചിട്ടിരിക്കുകയാണ്. അഥവാ ബ്രേക്ക് ദ ചെയിൻ തത്വം പാലിക്കാനായി നമ്മളൊക്കെ പുറത്തിറങ്ങാതെ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുകയാണ്. പക്ഷേ ഏത് വൈറസ് വിചാരിച്ചാലും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കരുത്തിനെ തകർക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ ആരായുകയാണ്, നടപ്പിലാക്കുകയാണ്. ഉറുദു ഭാഷാ പഠനവും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പ്രതലത്തിലേക്ക് മാറുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ ശ്രദ്ധിക്കുകയും കൃത്യമായി അതുമായി പ്രതികരിക്കുകയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നിങ്ങളുടെ സ്കൂളിലെ സ്വന്തം അധ്യാപകരുമായി ഈ ക്ലാസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും സംശയ നിവാരണം നടത്തുകയും വേണം. ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്നത് കൊറോണ കാലത്തെ മറികടക്കാനുള്ള മധുര മിഠായികളാണ്. ഓരോരുത്തരും ഈ മധുര മിഠായികൾ നുണയുക, ഉറുദു പഠനം മനോഹരമാക്കുക, മധുരതരമാക്കുക. എല്ലാവർക്കും ആശംസകൾ. प्यारे बच्चों, आदाब. आप कैसे हैं? നിങ്ങൾ എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുകയല്ലേ? ഈ കൊറോണ കാലം നമ്മളെ ജീവിതമൊക്കെ മാറ്റിമറിച്ചു അല്ലേ? ഈ വർഷം ഉറുദു പഠിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. നമുക്ക് മനോഹരമായ ഒരു ഉറുദു ക്ലാസ് ഇവിടെ ആരംഭിക്കാം. ആദ്യമായി നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് ആരംഭിക്കാം. जरा सुनिए एक दुआ. बच्चों, आप भी साथ पढ़िए. നിങ്ങളും ഒപ്പം പാടൂ. लपे आती है दुआ बन के तमन्ना मेरी, जिंदगी शम्मा की सूरत हो खुदाया मेरी, दूर दुनिया का मेरे दम से अंधेरा हो जाए. പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറുദു ഭാഷ ഇഷ്ടപ്പെടാനുള്ള കാരണം? ബത്തായിയേ. ഹാ, ഉറുദു ഒരു എളുപ്പമുള്ള ഭാഷയാണ്, ലളിതമായ ഭാഷയാണ്. ഉറുദു एक ആസാൻ ജബാൻ ഹെ. പിന്നെ ഹാ, ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ്. ഉറുദു एक ഹിന്ദുസ്ഥാനി ജബാൻ ഹെ. ഉറുദു സുന്ദരവും പിന്നെ ഉറുദു സുന്ദരവും മധുരവുമാണ്. ഉറുദു സുന്ദർ और मीठी जबान है. मीठी मिठाई, मीठी मीठी जबान है. ഉറുദു
ഹിന്ദിയുമായി വളരെ അടുത്ത് സാമ്യം പുലർത്തുന്ന ഒരു ഭാഷയാണ്. ഗസലിന്റെ ഭാഷയാണ്, സംഗീതത്തിന്റെ ഭാഷയാണ്. ഉറുദു ഗീത് ഔർ സംഗീത് കി സബാൻ ഹെ. പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മനോഹരമായ ഒരു ഉറുദു പാട്ട് കേട്ടു നോക്കിയാലോ? ജറ സുനിയെ ഏക് ഉറുദു ഗീത്. कैसी है प्यारी प्यारी उर्दू ज़बां हमारी, कैसी है प्यारी प्यारी उर्दू ज़बां हमारी, कैसी है प्यारी प्यारी उर्दू ज़बां हमारी, फूलों के जैसी क्यारी हो, फूलों के जैसी क्यारी उर्दू ज़बां हमारी. ബച്ചോ, आप भी साथ पढ़िए. നിങ്ങളും കൂടെ പാടി നോക്കൂ. कैसरी उर्दू ज़बां हमारी, कैसी है प्यारी प्यारी उर्दू ज़बां हमारी. പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, ഗീത് കൈസേ ലഗാ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാട്ട്? ഇനിയും നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായ പാട്ടുകൾ കേൾക്കാം. നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. മേരാ നാം മുജീബ് ഹെ, മേരാ ഘർ മുക്കം ഹെ, मेरे घर में माँ बाप एक भाई दो बहन है. मेरा नाम मुजीब है. नाम, हाँ पेर. मेरा घर, क्या है घर? हाँ ठीक है, वीड. मेरे घर में माँ बाप एक भाई दो बहन है. माँ क्या है मलयालम में? उम्मा या अम्मा कहती है. अब्बा क्या है? अब्बा हाँ उप्पा, अच्चन. एक और एक भाई, भाई मलयालम में क्या कहते हैं? सहोदरन. यस. दो बहन है. दो बहन क्या है? സഹോദരി. ബച്ചോ, കുട്ടികളെ, ഞാൻ എന്നെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലേ? ഇനി നിങ്ങളൊന്നു നിങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തൂ. നിങ്ങളും ഇതുപോലെ നിങ്ങളെ കുറിച്ചൊന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരൂ. मेरा नाम फातिमा निदा है. मैं मलप्पुरम में रहती हूँ. मेरे घर में अम्मी अब्बा दादा दादी एक भाई और एक बहन है. പ്യാരെ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങളുടെ ടീച്ചർക്കൊന്ന് അയച്ചു കൊടുക്കൂ. പ്യാരെ ബച്ചോ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രിയ.